ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 2-ലെ 3ാമത്തെ ലെസൺ ആയിട്ടുള്ള ആര്യ ഇൻ ദ കോക്ക്പീറ്റ് എന്ന് പറയുന്ന പുതിയൊരു ലെസണാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഹു ഡ്രീംഡ് ഓഫ് ബിക്കമിങ് എ പൈലറ്റ്. അപ്പോൾ എന്താണ്, ഒരു പൈലറ്റ് ആവാൻ ഡ്രീം ചെയ്ത ആഗ്രഹിച്ചിട്ടുള്ള സ്വപ്നം കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ സ്റ്റോറിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ആര്യ ഇൻ ദ കോക്ക്പീറ്റ്. അപ്പോൾ കോക്ക്പീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ പ്ലെയിനിൽ തന്നെ എന്താണ് ഈ പൈലറ്റൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പ്ലെയിനിൻ്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ ആ സ്ഥലത്തിനെയാണ് നമ്മൾ കോക്ക്പീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് എന്നത്. ആര്യ ഓൾവേസ് വാണ്ടഡ് ടു ഫ്ലൈ. അപ്പോൾ ആര്യ എങ്ങനത്തെ പെൺകുട്ടിയാണ്, എപ്പോഴും പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. When she was 4 years old, she wanted to be റോസമ്മ. അപ്പോൾ ആര്യക്ക് 4 years ഒക്കെ ആവുമ്പോൾ ആരാവണമെന്നായിരുന്നു ആഗ്രഹം, റോസമ്മയാകണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ആരാണ് റോസമ്മ എന്ന് നമുക്ക് നോക്കി നോക്കാം. ആര്യ സോ ഹെർ അറ്റ് ദ സർക്കസ്. അപ്പോൾ ആര്യ റോസമ്മനെ എവിടുന്നാണ് കണ്ടത്, സർക്കസിൽ നിന്നാണ്. അപ്പോൾ സർക്കസിൽ ഇങ്ങനെ സർക്കസൊക്കെ കാണിക്കുന്ന ഒരാളാണ് റോസമ്മ. റോസമ്മ വാസ് എ ട്രപ്പീസ് ആർട്ടിസ്റ്റ്. എന്താണ് റോസമ്മ, ഒരു ട്രപ്പീസ് ആർട്ടിസ്റ്റാണ്. അതായത് ഈ വലിയ വലിയ ഊഞ്ഞാലുകളൊക്കെ സർക്കസിൽ ഉണ്ടാവില്ല, അപ്പോൾ അതിലൊക്കെ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുന്ന ഒരു സർക്കസിലെ ഒരാളാണ് ആര്, റോസമ്മ. ആര്യ വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ എയർ ഫ്രം സ്വിങ് ടു സ്വിങ്. അപ്പോൾ എന്താണ്, സർക്കസിൽ ഇങ്ങനെ ഊഞ്ഞാലുമെന്ന് വേറെ ഊഞ്ഞാലുമൊക്കെ ഇങ്ങനെ ചാടുകയൊക്കെ ചെയ്യും. അപ്പോൾ ആര്യക്ക് എന്ത് ചെയ്യണമായിരുന്നു, ആര്യക്ക് അങ്ങനെ പറക്കണമായിരുന്നു. ഹെർ ക്ലോത്ത്സ് വുഡ് ഗ്ലിറ്റർ ലൈക്ക് റോസമ്മാസ്. അപ്പോൾ ആര്യയുടെ ഡ്രസ്സൊക്കെ എങ്ങനെയാണ്, റോസമ്മയുടെ പോലെ നല്ല തിളങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ വുഡ് ക്ലാപ്പ് ഫോർ ഹെർ. അപ്പോൾ എന്താണ്, ഒരുപാട് പേര് ഇവൾക്ക് വേണ്ടി കൈയടിച്ചു. ഷീ വുഡ് ഈറ്റ് കോട്ടൺ കാൻഡി എവറി ഡേ. അപ്പോൾ എന്തായിരുന്നു എപ്പോഴും കഴിച്ചിരുന്നത്, കോട്ടൺ കാൻഡി ആയിരുന്നു ഇവൾ എപ്പോഴും കഴിച്ചിരുന്നത്. ഹെർ ബെസ്റ്റ് ഫ്രണ്ട് വുഡ് ബി എ ക്ലൗൺ. അപ്പോൾ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാണ്, ഒരു ക്ലൗൺ ആണ്. ക്ലൗൺ എന്ന് പറഞ്ഞാൽ കോമാളി ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ എന്തായി, 4 വയസ്സുള്ള ആര്യയുടെ ഓരോരോ ആഗ്രഹങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. When Arya was 8 years old, she wanted to be Kalpana Chawla. അപ്പോൾ എന്താണ്, ആര്യക്ക് 8 വയസ്സായപ്പോൾ ആരാവണമെന്നായിരുന്നു ആഗ്രഹം, കൽപ്പന ചൗളയാവണമെന്നായിരുന്നു ആഗ്രഹം. She made herself an orange space suit. അപ്പോൾ എന്താണ്, അവൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു ഓറഞ്ച് സ്പേസിലേക്ക് പോകുന്ന ഒരു സ്യൂട്ടൊക്കെ ഉണ്ടാക്കി. She wore it day and night. അപ്പോൾ എന്നിട്ട് അതെന്ത് ചെയ്തു, അത് രാവിലെയും രാത്രിയും ഒക്കെ അത് ഇട്ടു. ആര്യ, aren't you feeling hot in that suit? Astronauts have to get used to this suit, amma. Space is not as safe as the earth is. My suit will protect me. അപ്പോൾ എന്താണ്, ആര്യ ഇങ്ങനെ രാവിലെയും രാത്രിയും ഒക്കെ ഈ സ്യൂട്ട് ഇട്ടിട്ടാണ് നടക്കുക. അപ്പോൾ എന്ത് ചെയ്യണം, അമ്മ ചോദിക്കും, ആര്യ നിനക്ക് ഇതിട്ടിട്ട് ചൂടൊന്നും എടുക്കണില്ലെന്ന് ചോദിക്കും. അപ്പോൾ എന്താ ആര്യ പറയുക, ആസ്ട്രോണറ്റ്സ് ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദിസ് സ്യൂട്ട്, അമ്മ. അപ്പോൾ എന്താണ്, അമ്മ ആസ്ട്രോണറ്റ്സ് ഒക്കെ എന്താണ് ഈ സ്യൂട്ടാണ് ഇടുക. സ്പേസ് എന്താണ്, എർത്ത് പോലെ സേഫ് അല്ല, അപ്പോൾ അവരൊക്കെ ഈ സ്യൂട്ടാണ് ഇടുക. അപ്പോൾ ഈ സ്യൂട്ട് ഇട്ടാൽ ഈ സ്യൂട്ട് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് അമ്മനോട് ആര്യ പറയുക. When Arya was 12 years old, she wanted to be Amelia Earhart. അപ്പോൾ എന്താണ്, അപ്പോൾ 8 വയസ്സുള്ളപ്പോൾ കൽപ്പന ചൗള ആവണമെന്നായിരുന്നു ആഗ്രഹം. ഇനി എന്താ, ഇനി 12 years ആയപ്പോൾ, അതായത് 12 വയസ്സായപ്പോൾ ആര്യക്ക് എന്താണ്, അമേലിയ എർഹാർട്ട് ആവണം. She built a model plane for her school project. അപ്പോൾ എന്താണ്, അപ്പോൾ അവളുടെ സ്കൂൾ പ്രോജക്റ്റിന് ഒരു മോഡൽ പ്ലെയിനാണ് തയ്യാറാക്കി.
ഉണ്ടാക്കിയത്. ഇറ്റ് കുഡിൻ ഫ്ലൈ ബട്ട് ഷി സ്റ്റിൽ ഗോട്ട് ദ സെക്കൻഡ് പ്രൈസ്. അതെന്താണ്, അത് ഫ്ലൈ ചെയ്യൊന്നുമില്ല, പക്ഷെ എന്നാലും അവൾക്ക് എന്ത് കിട്ടി, അവൾക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടി. ആര്യ ഈവൻ ഗോട്ട് എ ഹെയർ കട്ട് ലൈക്ക് അമേലിയ. അപ്പം എന്താണ്, ഈ അമേലിയയുടെ പോലെ ആര്യ എന്ത് ചെയ്തു, ഹെയർ കട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആരാണ് അമേലിയ ഇയർഹാർട്ട് എന്ന് പറയുന്നത്? ഒരു പൈലറ്റ് ആയിരുന്നു, ഒരു അമേരിക്കൻ പൈലറ്റ് ആയിരുന്നു. അപ്പോൾ 12 വയസ്സായപ്പോൾ പിന്നെ അവളുടെ അമേലിയയുടെ പോലെ ആവണം എന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് ആര്യ എന്ത് ചെയ്തു, അതുപോലെ ഹെയർ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. Soon, Arya heard of Anguliya Bai, Kumudamal and Sarla Thakral, the first Indian women to fly a plane. അപ്പോൾ എന്താണ്, പിന്നീടാണ് ആര്യ ഇവരെ കുറിച്ചിട്ട് അറിഞ്ഞത്. ആരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് പ്ലെയിൻ ഓടിച്ച വിമൻ ആരൊക്കെയാണ്? അങ്കുലിയ ബായ്, കുമുദമാൽ ആൻഡ് സർല തക്രാൽ. ഓക്കെ, അങ്കുലിയ ബായ് വാസ് ജസ്റ്റ് 16 years old. അപ്പോൾ അങ്കുലിയ ബായ്ക്ക് എന്താ 16 വയസ്സായിരുന്നു പ്രായം. ഐ കാൻറ്റ് വെയിറ്റ് ടു ഐ ആം എ ടീനേജർ. അപ്പോൾ എന്താണ്, ഒരു ടീനേജർ ആവണ വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ യു ക്യാൻ ഡ്രൈവ്. അപ്പോൾ നിനക്ക് ഡ്രൈവ് ചെയ്യാനാണോ? അല്ല. സോ യു ക്യാൻ വോട്ട് ചെയ്യാനാണോ? അല്ല. നോ. ദെൻ വാട്ട്? പിന്നെ എന്തിനാണ്? സോ ഐ ക്യാൻ ഫ്ലൈ. പിന്നെ എന്തിനാണ്? എനിക്ക് പറക്കാൻ വേണ്ടിയിട്ടാണ്. വെൻ ആര്യ വാസ് 18 years old, ഷി വാണ്ടഡ് ടു ബിക്കം എ ഫൈറ്റർ പൈലറ്റ്. അപ്പോൾ എന്താണ്, ആര്യക്ക് 18 വയസ്സായപ്പോൾ പിന്നെ ആര്യയുടെ ആഗ്രഹം എന്തായിരുന്നു? ആര്യക്കൊരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു. അതായത് ഈ ശത്രു രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ശത്രുക്കളിലൊക്കെ യുദ്ധം ഫൈറ്റ് ചെയ്യുന്ന പൈലറ്റില്ലേ, അങ്ങനത്തെ അത്തരം പൈലറ്റും പ്ലെയിൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലെ പൈലറ്റ് ആവണം, ഒരു ഫൈറ്റർ പൈലറ്റ് ആവണമെന്നായിരുന്നു ആര്യയുടെ ആഗ്രഹം. ഹൂ are they, ചേച്ചി asked her little brother Raju, seeing a poster on her wall. അപ്പോൾ എന്താ, ഇവളുടെ ചെമരും, അതായത് ഇവളുടെ റൂമിലായിരിക്കും അതായത് ആരാണ്, ആര്യയുടെ ചെമരുമ്മ കണ്ടിട്ടുള്ള ഒരു ഫോട്ടോ കാണിച്ചിട്ട് രാജു ചോദിച്ചു. രാജു ആരാണ്? ആര്യയുടെ ലിറ്റിൽ ബ്രദറാണ്. അപ്പോൾ ആ ലിറ്റിൽ ബ്രദർ ചോദിച്ചു, ഇവരൊക്കെ ആരാണ് ചേച്ചി എന്ന് ചോദിച്ചു. അപ്പോൾ ദെൻ ആര്യ പറയാണ്, their ഭാവന, ആവണി ആൻഡ് മോഹന, ദ ഫസ്റ്റ് വിമൻ ടു ഫ്ലൈ ഫൈറ്റർ പ്ലെയിൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫൈറ്റർ പ്ലെയിൻസ് ഓടിച്ചിട്ടുള്ള ആൾക്കാരാണ് ഭാവന, ആവണി, മോഹന എന്നിവരാണെന്ന് പറയും. ആർ ദേ യുവർ ഫ്രണ്ട്സ്? അപ്പോൾ എന്താണ്, ലിറ്റിൽ ബ്രദറാണ്, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ഇവരൊക്കെ ചേച്ചിയുടെ ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിക്കുകയാണ്. ദെൻ ആര്യ ലാഫ്ഡ്, മേ ബി സം ഡേ രാജു. അപ്പോൾ എന്താണ് പറയുന്നത്, ആര്യ ചിരിച്ചിട്ട് പറയാണ്, എന്നെങ്കിലും ഒരിക്കൽ ആവും രാജു എന്ന് പറയാണ്. ആര്യ സേവ്ഡ് അപ്പ് മണി ടു അറ്റൻഡ് ഫ്ലൈയിങ് സ്കൂൾ. അപ്പോൾ എന്താണ്, ഫ്ലൈയിങ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ആര്യ എന്ത് ചെയ്തു, കുറച്ച് മണിയൊക്കെ സേവ് ചെയ്ത് എടുത്തു വെച്ചു. ഷീ സ്പെൻഡ് ഇയേഴ്സ് സ്റ്റഡിയിങ്. അപ്പോൾ ഒരുപാട് വർഷം പഠിച്ചു. ഷീ സാറ്റ് അലോങ് വിത്ത് പൈലറ്റ്സ് ടു ലേൺ ഫ്രം ദം. അപ്പോൾ എന്താണ്, പൈലറ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് എയ്റ്റ് എ ലോട്ട് ഓഫ് ക്യാരറ്റ്സ്. അപ്പോൾ എന്താണ്, ഒരുപാട് വർക്ക് ചെയ്യുകയും ഒരുപാട് ക്യാരറ്റ് കഴിക്കുകയും ചെയ്തു. അമ്മ ഓൾവേസ് സെഡ് ക്യാരറ്റ് ആർ ഗ്രേറ്റ് ഫോർ ദ ഐസ്. അപ്പോൾ എന്താണ്, അമ്മ എപ്പോഴും പറയാറുണ്ട് ക്യാരറ്റ് കണ്ണിന് നല്ലതാണ്. അതുകൊണ്ട് ആര്യ എന്ത് ചെയ്തു, ഒരുപാട് ക്യാരറ്റ് കഴിക്കുമായിരുന്നു. ഫൈനലി ഷീ ഈസ് റെഡി ടു സിറ്റ് ഇൻ ദ കോക്ക്പിറ്റ് ഹെർസെൽഫ്. അങ്ങനെ എന്താണ്, ലാസ്റ്റ് ഈ ആര്യ എന്തായി, കോക്ക്പിറ്റിൽ ഇരിക്കാനായിട്ട് അവൾ സ്വയം റെഡിയായി. ടുഡേ ഈസ് എ സ്പെഷ്യൽ ഡേ ഫോർ ആര്യ. അപ്പോൾ ഇന്ന് എന്താണ്, ഇന്ന് ആര്യയ്ക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. ദാറ്റ്സ് ഹെർ ഇൻ ദ കോക്ക്പിറ്റ്. ഷീ ഈസ് വെരി എക്സൈറ്റഡ് ബിക്കോസ് ഹെർ ആർ 2 സ്പെഷ്യൽ പാസഞ്ചേഴ്സ് ഓൺ ദ പ്ലെയിൻ ദിസ് മോർണിംഗ്. എന്താണ്, ആര്യ ആദ്യമായിട്ട് കോക്ക്പിറ്റിൽ ഇരിക്കാൻ പോവാണ്. മാത്രമല്ല ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ് അവൾ. എന്താണ് കാരണം, അവൾക്ക് നല്ല സ്പെഷ്യൽ
ആയിട്ടുള്ള 2 പാസഞ്ചേഴ്സ് ഇന്ന് അവളിരിക്കുന്ന കോക്പിറ്റിലത്തെ പ്ലെയിനിൽ ഉണ്ട്. ഓക്കെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം അബ്രോഡ്. ചേച്ചി, രാജു വാസ് ത്രിൽഡ്. യെസ് മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അപ്പോൾ എന്താണ്, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ദിസ് ഈസ് യുവർ ക്യാപ്റ്റൻ ആര്യ, വെൽക്കം അബ്രോഡ്. അപ്പോൾ എന്താണ്, ഈ കോക്പിറ്റിൽ ഇരുന്നിട്ട് ആര്യ പറയാണ് ഇത് നിങ്ങളുടെ ക്യാപ്റ്റൻ ആര്യയാണെന്ന് പറയാണ്. ചേച്ചി, രാജു വാസ് ത്രിൽഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എന്താണ്, രാജു ത്രില്ലടിച്ചു. യെസ് മൈ ഡോട്ടർ, രാജുസ് മദർ ഹഗ്ഡ് ഹിം. അപ്പോൾ എന്താണ്, രാജുവിൻ്റെ അമ്മ പറയാണ് അത് എൻ്റെ മോളാണെന്ന് പറഞ്ഞിട്ട് രാജുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ആ പ്ലെയിനിലുള്ള 2 സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് ആരാണ്, ഒന്ന് രാജു ആണ്, ഒന്ന് ആര്യയുടെ അമ്മയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പേരാണ് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് ആ സ്റ്റോറി അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. ഇനി ഇതിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുവരെ ഉള്ളത് കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.